നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതുവേ ഉള്ളത്. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു പ്രസ്സാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പൊതുവേ അങ്ങനെയായിരുന്നു, പണ്ട് മുതലേ അങ്ങനെയാണ്. പക്ഷേ മൊത്തത്തിൽ ജനറലായിട്ട് എല്ലാവരുമാണെന്നല്ല, ഉന്നയിക്കപ്പെടുന്നോ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ പ്രസ് ഈസ് വിത്ത് ദ ലെഫ്റ്റ്, ഇടതുപക്ഷ ചായ്വുള്ള ഒരു സ്വഭാവമാണ്. അത് സ്വാഭാവികവുമാണ്. കാരണം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ SFIയുടെ പതാകയേന്തി പ്രവർത്തിച്ച ഒരു അടിസ്ഥാന സ്വഭാവമുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഈ പ്രസ് അല്ലെങ്കിൽ പുസ്തകം ഇതിലേക്കൊക്കെ ആകൃഷ്ടരായിട്ട് വരാറുള്ളത്. അപ്പോൾ അവിടെ വരുമ്പോൾ അവരൊരു ഇടതുപക്ഷ പക്ഷപാതം കാണിക്കുന്നുള്ളതാണ്. നമ്മുടെ പൊതുവേ ഉള്ള ധാരണ, പഴയ ധാരണ ജേർണലിസത്തിൻ്റേത്, നമ്മൾ എഡിറ്റോറിയലൈസ് ചെയ്യരുത് കാര്യങ്ങൾ, വ്യൂസ് ആൻഡ് ന്യൂസ് ആർ ഡിഫറൻറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ന്യൂസ് ഈസ് സീക്രട്ട്, ഒപ്പീനിയൻസ് ആർ ഫ്രീ എന്നൊക്കെയുള്ള വാക്യങ്ങളും നമ്മൾ കേട്ടൊക്കെയാണ് പഠിച്ചു വളർന്നു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഹിന്ദു വിരുദ്ധതയുണ്ട്. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇസ്ലാമിക തീവ്രവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴും അതിനെ വിമർശിക്കുന്നതിൽ അതിൻ്റെ നാവും അതിൻ്റെ ആ ടൂൾസും എല്ലാം വളരെ ഒരു സോഫ്റ്റായിട്ട് മാറും. അതേസമയം ഹൈന്ദവ തീവ്രവാദം എന്ന് പറയുന്ന ഒരു ഭക്തിയുടെ പാരവശ്യമാവുമ്പോൾ പോലും അതിനുള്ള വിമർശനം അതിശക്തമായിട്ട് ആർക്കും ഒരു ദോഷം ചെയ്യാത്ത മാതാ അമൃതാനന്ദമയ്യെ വരെ വിമർശിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നു. ആ ഭക്തിയുടെ ആ മേഖലയിലേക്ക്, മതനിന്ദയുടെ ഒരു മേഖലയിലേക്ക് പോലും ചിലപ്പോഴൊക്കെ, എപ്പോഴും അല്ല ഞാൻ പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ മതങ്ങൾ കടന്നാക്രമണം നടത്തുന്നു. എന്താണ് പ്രസ് ക്ലബ് സെക്രട്ടറി എന്നുള്ള നിലയിൽ, അതൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലും, കാഴ്ചകളിൽ വ്യക്തതയുള്ള ഒരാളെന്നുള്ള നിലയിലും എങ്ങനെയാണ്, ശരിയാണോ, ഇടതുപക്ഷ ചായ്വ് ഉണ്ടോ ഈ കേരള പ്രസ് ഓഫ് കേരള? അല്ല, ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ SFI അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി നിന്ന് ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. ഈ നമ്മുടെ പഴയകാലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പഴയകാല മാധ്യമ പ്രവർത്തകരിൽ അധികവും അതെ ഈ പറഞ്ഞ പോലെ ഒരു ഇടത് അനുഭാവികൾ എന്ന്. പക്ഷേ ഈ ഒരു പുതിയ തലമുറയിൽ അങ്ങനെ പൂർണ്ണമായി ഒരു ഇടത് അനുഭാവികൾ എന്ന് പറയാവുന്ന തരത്തിലൊന്നുമുള്ള ട്രെൻഡ്സ് ഒക്കെ ധാരാളം മാറിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രസ് ക്ലബിന്റെ തന്നെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കാര്യം എടുത്താൽ തന്നെ നമ്മളവരെ ഈ അഭിമുഖം നടത്തുന്ന അവസരത്തിൽ, എടുക്കുന്നതിനായി അഭിമുഖം നടക്കുന്ന അവസരത്തിൽ അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ABVP-ക്കാർ ധാരാളമായി വരുന്നുണ്ട്, KSUക്കാർ വരുന്നുണ്ട്. അല്ല, ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ചിന്താഗതികളുള്ള ആളുകളുണ്ടായിരുന്നു. അത് ഈ പറയുന്നതിനകത്ത് പ്രസക്തമാവുന്ന ഒരു കാര്യം, ആക്ടിവിസ്റ്റുകളെന്ന് നമുക്ക് തോന്നുന്നു, അത് ഇടതുപക്ഷക്കാരാണോ കൂടുതൽ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവെന്ന് പറയുന്നത് അവർ ആക്ടിവിസ്റ്റുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. ആക്ടിവിസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ പഴയ KSUക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്, അവര് നിശബ്ദരാണ്. അവരുടെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നാൽ എന്റെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പോ ഞാൻ പേഴ്സണലായി ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയൊക്കെ ആയിരുന്ന ഒരാളാണ്. പക്ഷെ മാധ്യമപ്രവർത്തനം നമ്മൾ ആരംഭിച്ചപ്പോൾ, ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് മാധ്യമപ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ മറ്റേ ആളായിരുന്നു എന്ന് വിളിച്ചു പറയലല്ലോ എൻ്റെ ജോലി എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു അബദ്ധമാണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. കാരണം ഇടതുചേരിയിലല്ലാതെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പൊതുവെ അവരുടെ ഈ പറയുന്ന പല ഐഡന്റിറ്റികളും, ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്തെ പല ഐഡന്റിറ്റികളും ബോധപൂർവം മറച്ചു വയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പോ ഈ സമീപകാലത്തായി അതിനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. പഴയ KSUക്കാരും പഴയ MSFകാരും ഒക്കെ മാധ്യമ പ്രവർത്തകരായി വന്നവർ അവരുടെ ഐഡന്റിറ്റിയും അവരുടെ സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാവുന്നുണ്ട്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളും. അതിനൊരു വലിയ കാര്യവുമുണ്ട്. ഇപ്പൊ ഈ പുതിയ തലമുറ ചാനലുകളടക്കം നമ്മുടെ നവമാധ്യമങ്ങളും ഒക്കെ അതിനൊരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇപ്പൊ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് പോലുള്ള സ്ഥാപനത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിനൊക്കെ ഉള്ളൊരു അവസരമുണ്ടെങ്കിലും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഹാൻഡിലുകൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ഒപ്പീനിയൻ പറയുന്നതിനോ നമ്മുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും പക്ഷം പിടിക്കുന്നതിനോ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടെയും ഈ പറയുന്ന ഇടതുപക്ഷക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ നിലപാടുകൾ ആ മാധ്യമ പ്രവർത്തകർ പറയുമായിരുന്നു. അതിന് അവർക്ക് ഒരു ശങ്കയും ഉണ്ടായിരുന്നില്ല. മറുവശത്താണ് ശങ്ക ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ പരസ്യമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ചില മാധ്യമ പ്രവർത്തകർ അവരുടെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ആശങ്ക കാണിക്കുന്നില്ല. റിപ്പോർട്ടർ ടിവിയിലെ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണും. നമ്മൾ സോഷ്യൽ മീഡിയയിലെ അത്തരത്തിലുള്ള എഴുത്തുകൾ കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ലെഫ്റ്റ് എന്ന് അവർ മാത്രമാണ് എന്നുള്ള നിലയിൽ അതിനെ കാണേണ്ടതില്ല. പിന്നെ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഹിന്ദുവിനോട് ഒരു അല്പം ആ വിഷയങ്ങളിൽ ഒരു കടുത്ത നിലപാടും മറുവശത്തേക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റ് നിലപാടും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. അതൊരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിപ്പോൾ ഇടതുപക്ഷ അനുഭാവിയായാലും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളായാലും ഒരു മാധ്യമ പ്രവർത്തകനായാലും കേരളത്തിന്റെ ഒരു പൊതുവികാരം ഈ BJP വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ രാജ്യത്ത് BJP അധികാരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അവരുടെ മനസ്സ് ആ തരത്തിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷം തന്നെയാണോ അതിന് ഉത്തരവ്? അല്ല, അത് ഇടതുപക്ഷം എന്നുള്ളതല്ല. കേരളത്തിന്റെ നമ്മൾ പൊതുവെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സംഗതി എന്താണ്? കേരളം ഇതിനൊക്കെ എതിരാണ്. അതൊക്കെ BJPക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ വർഗീയത എന്ന് വിളിക്കുന്നത് ഇതിനെ മാത്രമാണ് എന്നുള്ളതാണ്. അല്ല, ഞാനതിന് നിഷ്പക്ഷമായി തന്നെ കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോ ദേശീയ തലത്തിൽ BJPയുടെ പല നിലപാടുകളെയും തുറന്നു എതിർക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എന്റെ സ്പേസിൽ കൂടി ഞാൻ അതിനെ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ മറുവശത്ത് സംഭവിച്ചാൽ അതും ചെയ്യണം. അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതാണ് സാറിന്റെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ആ ചോദ്യത്തിന്റെ ഉത്തരവെന്ന് പറയുന്നത് കേരളം പൊതുവെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വർഗീയത എന്ന് പറഞ്ഞാൽ അത് ഇവിടത്തേക്കാണ്, ഇങ്ങോട്ടേക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ആ ആൽഗരിതത്തിന്റെ പ്രശ്നമാണ്. അത് ക്രമേണ അത് മാറേണ്ടി വരും. നമ്മളിപ്പോ ഈ ഇലക്ഷനുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു, അവിടുത്തെ 2 സീറ്റുകൾ BJP ഭരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റിലേക്കാണ് താങ്കൾ വന്നത്. ദർപ്പണം, മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു ദർപ്പണമാണ്. കണ്ണാടി എന്നുള്ളതാണ് ശരിയായ പേര്. കണ്ണാടിയെ പ്രതിഫലിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ, സംശയമില്ല. പക്ഷേ സമൂഹത്തിന് ആ മുൻവിധി ഉണ്ടായിരുന്നു. ആ മുൻവിധി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ആ മുൻവിധി ഇപ്പം മാറുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഒരിടത്തും അക്കൗണ്ട് തുറക്കത്തില്ല എന്ന് CPM ഉറച്ചു വിശ്വസിച്ചിരുന്ന 3 മണ്ഡലങ്ങളിൽ അവർ നേട്ടം, അതും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം. അതുപോലെ തന്നെ ഒരിക്കലും ജയിക്കില്ല എന്ന് അവർ കരുതിയിരുന്ന 3 ത്രിമൂർത്തികളെന്ന് പറയാവുന്ന ശക്തികൾ. വിജയകൃഷ്ണൻ്റെ അത്ര പ്രാധാന്യമുള്ളതല്ല, പക്ഷേ TK ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവാൻ പോലും യോഗ്യനായ വ്യക്തി. അതുപോലെ G സുധാകരൻ, ഇത്രയും അഴിമതി കറപുരളാത്ത വ്യക്തിത്വത്തിന് ഉടമ, പാർട്ടിക്കെതിരായിട്ട് മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. ഗൗരവമായിട്ടുള്ള ചിന്തകൾക്ക് വിധേയമാക്കേണ്ട. അപ്പോൾ ഈ പാർട്ടി അടിച്ചേൽപ്പിക്കുന്ന മുൻവിധികൾ, അതുപോലെ മാധ്യമങ്ങളും. ഇപ്പം ഒരു മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നല്ലോ, ഒരു അവതാരക പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സാക്ഷര കേരളത്തിൽ നിന്ന് പോലും കുംഭമേളയിലേക്ക് ആളുകൾ പോകുന്നു. എന്തൊരു വിവരദോഷമാണ് പറഞ്ഞത്. അതാണ് അത് നേരത്തെ പറഞ്ഞതാണ്. ആ സെറ്റ് ചെയ്യപ്പെട്ട ആൽഗരിതത്തിന്റെ പ്രശ്നമാണത്. ഇപ്പോ ആ ചാനലിലിരുന്ന് എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് അവരങ്ങ് മാറുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഒരു പക്ഷേ അത് രഹസ്യമാണ്, ആളിൻ്റെ പേരും പറയുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു മാധ്യമത്തിൻ്റെ മലയാളം മാത്രം, അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, പത്രം നഷ്ടത്തിലാണ്, അതിൻ്റെ ചാനൽ നഷ്ടത്തിലാണ്. പിന്നെ മര്യാദയ്ക്ക് ശമ്പളം കൊടുത്ത് പോകുന്നുണ്ട് ആ ചാനല്. പക്ഷേ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നില്ല, വായിക്കുന്നില്ല. നവമാധ്യമ വിപ്ലവം കൊണ്ട് തന്നെ സംഭവിച്ചതാണത്. അതല്ലെങ്കിൽ കൺവേർജൻറ്റ് മീഡിയ സംഭവിപ്പിച്ച ഒരു വിസ്മയമാണത്. അങ്ങനെ സമാധിക്കും. പക്ഷേ അടിസ്ഥാന പ്രശ്നമായിട്ട് അദ്ദേഹം എഡിറ്റോറിയലായിട്ട് പറയുന്ന ഒരു കാര്യം, എഡിറ്റോറിയൽ കണ്ടൻറ്റിൽ കുഴപ്പമുണ്ട്. അതായത് ഹിന്ദു തീവ്രവാദത്തെ പറയുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കൂട്ടായിട്ടൊരാക്രമണമോ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ഓഫീസിലേക്ക് കയറിയ ഒരു ആക്രമണമോ ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് മറ്റേ തരത്തിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വൈകാരികമായിട്ടും പ്രതികരിക്കും. അത് ഓഫീസിലേക്ക് കയറി വരികയും ചെയ്യുമെന്നുള്ള പേടി. ഈ പേടിയാണ് അവരുടെ എഡിറ്റോറിയൽ നയത്തെ ഭരിക്കുന്നത്. ഇതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ മാധ്യമത്തിൽ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേയൊക്കെ ആ ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പറ്റില്ല. അനുഭവങ്ങളിൽ നിന്നാണല്ലോ പലപ്പോഴും
അത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം കുറെ കൂടി വിശാലമായ തലത്തിൽ നിൽക്കുന്ന ഒരു ഭൂമികയാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. അപ്പോഴും ഈ പറയുന്ന ഒരു ആശങ്ക അത് വെറും ഒരു ഈ ആക്രമിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതിനകത്ത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സെറ്റ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു വികാരമുണ്ട്. അവിടെ മറ്റേതിനെ ആക്രമിക്കുമ്പോഴാണ്, അതായത് ഒരു ഹിന്ദു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഒരു അറ്റൻഷൻ ഉണ്ടാകുന്നത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. അതിപ്പോ രാഷ്ട്രീയ പാർട്ടികളായാലും ആ നിലയിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥയിൽ എത്തിയില്ലേ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ? ആരെയാണ് സ്വാധീനിക്കേണ്ടത് എന്നുള്ളതിന് ഇപ്പോൾ ഒരു അജണ്ട സെറ്റാണ് ഇവിടെ. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് മറുവശത്ത് സംഭവിക്കുന്നത്, മാധ്യമങ്ങളിൽ സംഭവിക്കുന്നത്. കേരി വിചാരിക്കുന്നത് പാമ്പ് ശത്രുവാണ്, പാമ്പ് വിചാരിക്കുന്ന കേരി, അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജിനോമിക്കാണ് നമ്മുടെ. അതെ, അത് തന്നെയാണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇടത് മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറുവശത്തുള്ള മാധ്യമ പ്രവർത്തകരുടെയും ഒരുപക്ഷെ ഈ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒഴികെയുള്ളവരുടെയൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് ഒന്നാമതായി അറ്റാക്ക് ചെയ്യേണ്ടത് ഇതിനെയാണ് എന്നുള്ളത്. ഇപ്പോൾ വർഗീയത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വർഗീയതയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അതിനെ കാണേണ്ടത് ആ തരത്തിലല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ബി ജെ പിയെ വിമർശിക്കാം, ബി ജെ പിയുടെ ഭരണത്തെ വിമർശിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ അതിനെ പറയാം. അതൊന്നും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇതാണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ ടാർഗറ്റ് പാടില്ല. ആ മുൻവിധിയുടെ പ്രശ്നമാണ് ചോദിക്കുന്നത്. മുൻവിധിയില് ഇപ്പൊ നമുക്കറിയാം, മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആളിപ്പോൾ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തോടെ ജയിച്ച് കയറി വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ടൊരു പത്രപ്രവർത്തകന്റെ വീക്ഷണത്തോടു കൂടി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ: മലപ്പുറത്ത് എയ്ഡഡ് സ്കൂളുകൾ ധാരാളമായിട്ട് ഒരു പ്രത്യേക സമുദായത്തിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സമുദായത്തിന് അത് കിട്ടിയിട്ടില്ല. തുറന്നങ്ങ് പറയുന്നത് അതിനെ വർഗീയം എന്ന കണക്ക് പറയട്ടെ. എത്ര എയ്ഡഡ് സ്കൂളുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ കീഴിൽ എത്ര എയ്ഡഡ് സ്കൂളുകളുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു, അതിന് ഉത്തരവാകുമായിരുന്നു. അത് പറയാതെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുക, അവിടെയും മുൻമതി പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ മതമാണ് പ്രശ്നം, ഞങ്ങൾ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് വഖഫ് കേസിൽ സുപ്രീം കോടതിയിൽ പറയുന്നു. ഞങ്ങൾ ഇനി ഭരണത്തിൽ വരുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ഉപോദ്ഘാതത്തിൽ എഴുതി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുള്ള തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയുന്നു, ജനമധ്യത്തിൽ പറയുന്നു. അവിടെ വരുമ്പോഴും നമ്മുടെ മുൻവിധി പത്രങ്ങളുടെ മൊത്തത്തിൽ ആ മുൻവിധി തന്നെയാണ് പ്രശ്നം. ആ മുൻവിധി മാറാതെ ഇത് മാറ്റം ഉണ്ടാകില്ല. ആ മുൻവിധി മാറ്റാനുള്ള ഉപാധിയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ജനവിധികൾ എന്നുള്ളതാണ്. കാരണം ആ ജനവിധികൾ തുടർച്ചയായി ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കേരളത്തിലും അത്തരത്തിലുള്ള വിധിയെഴുത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാത്രമല്ല എന്ന് ചിന്തിക്കാവുന്ന തരത്തിലേക്ക് ആ മുൻവിധികളെ, അല്ലെങ്കിൽ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ആൽഗരിതത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ അത് പര്യാപ്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മാറാത്തത് മാറും അല്ലേ?